എന്റെ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ആയിരുന്നു. സുനിമോൻ ഞാനൊന്ന് ചോദിക്കട്ടെ? സുനിമോൻ ഓക്കെ. Can you introduce yourself, Mr. Sunimon? JP, I am Sunimon. ഹലോ അണ്ണാ എവിടെയാണ്? ബർഗർ ഷോട്ട്. Okay. 29 brothers. Oh, yeah, cool. This is my elder brother. So, okay, let me ask one question. Why should we hire you? Because I will clean everything neatly. Okay. Okay. Yeah. How do you rate yourself out of 5 and why? എന്നുവെച്ചാ നിന്നെ നീ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? 5-ൽ എത്ര സ്റ്റാർ നിനക്ക് നീ കൊടുക്കും? എന്റെ റീസൺ എന്താണ്? 5 star. Because I am perfect. Because you do nothing. 5 star and you do nothing. You are appointed. Come on. Ba. എനിക്ക് വേറെ സ്ഥലത്ത് പോണം. ബാ ഫുഡ് ഒക്കെ കഴിച്ചു. എനിക്കറിഞ്ഞൂടാ ഇതൊക്കെ ഒന്നും കണ്ടുപിടിച്ചിട്ട് പോണേ. നമ്മുടെ തന്തയുടെ സ്വത്ത് എഴുതി വെച്ചിരിക്കുന്നത്. നമുക്ക് 4 സെന്റ് കാറും കൊണ്ടുപോയി കള്ളന്മാരെ കൊണ്ട്. ബുള്ളറ്റ് സൗണ്ട് കേൾക്കുന്ന അവിടുന്നോ? ഹലോ സാർ അണ്ണാ പിന്നെ ആ ഞാൻ ഒരു പുതിയ ബൈക്ക് മേടിച്ചെണ്ണ നോക്കണേ. സരക്കെ നമ്മുടെ കമ്പനിയുടെ സിഇഒ ആണ് കേട്ടോ? സിഇഒ നമ്മുടെ ഓഹോ, അപ്പൊ ഇതിന്റെ പിന്നിലൊരു കറുത്ത കൈ ഇവിടെ ഉണ്ടായിരുന്നു. കറുത്തല്ല, നല്ല വെളുത്ത കൈ. വർഷത്തിൽ ഒരിക്കലാണ് സിറ്റിയിൽ വരുന്നത് നിങ്ങളൊക്കെ. അത് എനിക്കിട്ട് വെക്കാനായിട്ടല്ലേ? സസ്പെൻഷൻ മേടിച്ചു കൊടുക്കണം ഇങ്ങേർക്കൊക്കെ. കാണുന്നതിന് മുമ്പേ പേരൊക്കെ അറിയല്ലേ? കൊള്ളാം. ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒരു ബാഡ്ജും ഇല്ല അവിടെ. അത് സരക്കിന്റെ കണ്ണിന്റെ കുഴപ്പമാണ്. ഗ്ലാസ് ഒരു സൺഗ്ലാസ്. എന്റെ അഭിനയം നിർത്ത് കേട്ടാ. ഞാൻ ഇവിടെ കുറച്ചാളായി കേട്ടാ. ഞാൻ കുറച്ചാളായിട്ടുണ്ട് ഇവിടെ. എനിക്കറിയാം അതൊക്കെ കാണാൻ കൊണ്ടുവരുന്നുണ്ട്. ഞാൻ എത്ര നാൾക്ക് ശേഷം അതൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ട് മൂട് പോയി അതല്ലേ? പാട്ട് പാടാവോ എനിക്ക് വേണ്ടി പ്ലീസ്? പിന്നെ 3 പേരെ 4 പേരെ കിടത്തിയിട്ട് ഇതിന്റെ ഒരുത്തന്റെ ചന്തിയും മലത്തിൽ കിടത്തിയിട്ടിട്ട് ഞാൻ നിലാവുള്ള രാത്രിയിൽ ഇങ്ങനെ ചിന്തിച്ചിരിക്കാണോ? ഇച്ചിരിയും കൂടെ Walking in the moonlight, I'm thinking of you. Listening to the raindrops, I'm thinking of you. Cute, romantic, wow. ചുമ്മാതല്ല, ഇന്റർവ്യൂവായിട്ട് ജോലി കിട്ടാത്തത്. ഫാൻസ് ഒന്നും വെക്കാറില്ല, എന്നാലും കുഴപ്പമില്ല. എന്ത് ശരിക്കും നമുക്ക് വില്ലൻദാസ് ഇപ്പൊ പറഞ്ഞേ? വില്ലൻദാസ് പറഞ്ഞത് വില്ലൻദാസിനല്ലേ അറിയാവോ? വില്ലൻദാസേ സിറ്റിയിൽ വരാറില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ ആരും വിശ്വസിക്കാൻ. ആ ഒന്ന് റൊമാൻറ്റിക് ആവ്. മറ്റേ സൈക്കിളൊക്കെ എടുത്തിരുന്നേ ഉണ്ടായിരുന്നേ നമുക്കിരുന്ന് ഓടിച്ചു കളിക്കാം. സാറാ അതൊക്കെ സാറേ ഇപ്പൊ സത്യം വരല്ലേ സാറേ? എനിക്കാണെങ്കിൽ നിന്ന് തിരിയാൻ സമയമില്ല ഇവിടെ, അത്രയ്ക്കും തിരക്കാണ്. ഇന്ന് സത്യം പറഞ്ഞ ഞാൻ ഇപ്പൊ ഇത്ര നിക്കത്തില്ലായിരുന്നു. ഇന്ന് ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് നോക്കി തിരിഞ്ഞല്ലോ. നാപ്റ്റോണിൽ എനിക്ക് ബ്ലാക്ക് ഫ്രൈഡേ ഒക്കെ കിട്ടിയതാണ് ഈ കണ്ണാടി. 999 ബ്ലാക്ക് ഫ്രൈഡേ അതാണ് ഞാൻ ആലോചിച്ച ഓഫർ. 500 പൊക്കി വെക്കാൻ പറ്റുമോ? അതെങ്ങനെയാണ്? മണ്ടലോട്ട് അതെങ്ങനെയാണ് വെക്കണേ? ഉദ്ദേശിച്ച ചോട്ടാ മുമ്പേ തള്ളച്ചീനെ പോലെ നടക്കാനാണ് പറയുന്നത്. പിന്നെ അതാണോ പറഞ്ഞത്? നമുക്ക് പബ്ജി ലോകത്തേക്ക് പോണ്ടേ? അവിടെ ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. അത് അവിടെ ഇരിക്കട്ടെ, നമുക്ക് ഇവിടെ കറങ്ങാം.
ഇത് നമ്മള് കറങ്ങയാണ്, ഇവിടെ നിന്ന് കറങ്ങാം. ഇനി വണ്ടി എടുത്തോളാം. പെട്രോളിനൊക്കെ ഇവിടെ ഇപ്പൊ ഭയങ്കര വിലയാണ്. മുതുക്കി പോയി കറങ്ങണമെന്നാണ് സാറാ ഇത്. മുതുക്ക് വേണ്ട സാറാ, മുതുക്ക് ഒഴിച്ച് വേറെ എവിടെ എന്റെ പൊന്ന് വില്ലത്തി. എന്തിന് നിങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടോ? ഇനി അവിടെ പോയി വല്ലവനും വന്ന് വള്ളി എടുക്കാനായിട്ട് എന്തിനാണ് നിങ്ങൾക്ക് ഇവിടെ പറ്റൂലേ? നമുക്ക് സംസാരിച്ചാൽ പോലെ. ഇവിടെ സെയിൽ നടക്കുന്നുണ്ട്. H&M സ്റ്റുഡിയോ അങ്ങനെ കുറെ എച്ചികളുണ്ട് ഇവിടെ. ഇനി നമ്മളെയാണ് ഇവിടെ എല്ലാരും ഇവിടെ ഇരുന്നോ. പിന്നെ കഥ എങ്ങനെയായിരുന്നു ഇരിക്കുന്ന? എങ്ങനെയായിരുന്നു മറന്നു. എന്റെ മടിയൊക്കെ ഇരിക്കുന്ന അടുക്കിന്റെ മടിയിലല്ലോ ഞാൻ വേറെ പാട്ട് പാടും സാർ. അവര് പോയപ്പോ കേട്ടെ. ഉപദ്രവിക്കാൻ തന്നെ ഉദ്ദേശം. ഓക്കെ, ഞാൻ നോക്കട്ടെ. പൊന്നോലെ തുമ്പി തൂവാലി തുമ്പി ആട് ആട് നീ ഹലോ അണ്ണാ അവിടെ ഇല്ലല്ലോ അണ്ണാ. ഓക്കെ ഓക്കെ. മലയാടി തുമ്പി മലയാടിയാ പോലെയാടി. സരക്കിന് വേണ്ടി പാടിയതാ. വില്ലന്ദാസിനില്ലേ? വില്ലന്ദാസിന് വില്ലത്തേക്ക് ഇവിടെ ഇട്ടാ പോലെ. അല്ലല്ലോ, ഗേൾഫ്രണ്ട് ഉണ്ടോന്ന്? അയ്യോ എനിക്കില്ല. വേണ്ടേ ഒരെണ്ണമൊക്കെ? അതിന് സിറ്റിയിൽ വരട്ടെ. പിന്നെ വർഷത്തിൽ ഒരിക്കൽ സിറ്റി വരത്തേക്ക് ഗേൾ ഫ്രണ്ടാ. ഞാൻ ഇന്ന് ഒട്ട് സിറ്റിയില് സരക്കിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. എന്തിന് എനിക്ക് അങ്ങനെ ഗേൾ ഫ്രണ്ടിന്റെ ആവശ്യമാണ് ഉണ്ടെങ്കിൽ സാറാ ഞാൻ അങ്ങനെ ഇപ്പൊ വരണ്ടാട്ടാ. അങ്ങനെ ഇപ്പൊ വരണ്ട. കുറച്ച് ദിവസം സിറ്റിയിൽ അല്ലാതെ വാ, എന്നിട്ട് എന്റെ പുറകെ അടക്കാം. പ്രശ്നമുണ്ട് ഇത് പ്രശ്നമുണ്ട്. അല്ല ഇത് ഗ്യാങ് മാറ്ററാണ്. ഇത് ഗ്യാങ് മാറ്ററാണ് സാറാ. ഗ്യാങ് മാറ്ററാണ്. ഗ്യാങ് മാറ്ററാണ്. ഇത് ഗ്യാങ് മാറ്ററാണ്. അല്ല, ഗ്യാങ്ങിന്റെ കാര്യത്തിൽ എനിക്ക് ഒട്ടും ആക്റ്റീവ് അല്ല. അപ്പൊ അത് ആക്റ്റീവായിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ഇടപെടുത്താൻ പറ്റും. അല്ല, ആക്റ്റീവ് ആയിട്ട് അത് പറ്റൂ. ആക്റ്റീവ് ആവണം. ഫസ്റ്റ് ആക്റ്റീവ് ആവും, എന്നിട്ട് നമുക്ക് അല്ല സുനിമോൻ ഇങ്ങനെ ലാസ്റ്റ് വന്നേത്ര സിറ്റിയില് കാർ റിവീലിന്റെ മാത്രമല്ലേ. ഒന്നുകിൽ ഇവിടെ പുതിയ മെമ്പേഴ്സിനെ എടുക്കണം, അല്ലെങ്കിൽ കാർ റിവീലോ വല്ല ഡ്രസ് റിവീലോ ചെയ്യുമ്പോ വരും. അല്ലാതെ വരത്തോലില്ല. ഇന്ന് മുതൽ ഞാൻ ഉണ്ടായിരിക്കും ഇവിടെ. കേറിയ തൊട്ട ഇതാണ് കേൾക്കുന്നതെന്നാണ് നാട്ടുകാർ മൊത്തം പറയുന്നത് കേട്ടാ. ഇല്ല ഇന്ന് മുതൽ ഞാൻ ഗ്യാങ്ങില് ഇച്ചിരി ലുക്ക് ഉള്ളത് വില്ലന്ദാസനാണോ? മണ്ട ലുക്കല്ലേ? അത് വില്ലദാസനാണ്. ഇവ എന്റെ സ്വന്തം പയ്യൻ ലുട്ടുമോൻ. ഇത് സൗത്ത്. ബൈക്ക് കണ്ടിട്ട് ബൈക്ക് പോലെ തന്നെ ഉണ്ട്. സരക്കിന്റെ മോനാണോ? പിന്നെ എന്റെ മോൻ ചെറുക്ക ചൊറയല്ലേ എന്റെ അടുത്ത് വന്ന്. സൗത്ത് കെവിന്റെ അനിയൻ. 5 പൈസക്ക് പോണില്ല. കെവിന് അനിയൻ ഉണ്ടായിരുന്നോ? അണ്ണന്റെയും കൂടി അനിയനാണ്. എന്റെ നാച്ചുറലാണ് സൗത്ത് ഒന്നും തോന്നല്ല. അത് വന്നപ്പോഴേ എനിക്ക് അങ്ങനെ തന്നെ തോന്നി, നാച്ചുറലായിരുന്നു. ഇഷ്ടമില്ലാതെ പോലെ. അല്ല, പബ്ജി ലോകത്തെ നമ്മളെക്കാത്ത കൊറേ പേര് കാത്തിരിപ്പുണ്ട്. അപ്പൊ അവരെയൊക്കെ വിറപ്പിക്കരുതല്ലോ, നമ്മളെന്ന് ചോദിച്ചത്. ഇങ്ങനെയെങ്കിലും അങ്ങ് ഇറങ്ങണം. സൗത്തിന് എന്റെ കമ്പനിയിലോട്ട് വരാൻ താല്പര്യമുണ്ടോ? കക്കൂസ് ക്ലീനിങ് അല്ല, ബ്ലൂ ഹൗസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ പേര്. വീടുകൾ കയറി ക്ലീൻ ചെയ്യണം, അത്രേ ഉള്ളൂ. പണിയെടുക്കാതെ പൈസ കിട്ടൂ. പണിയെടുക്കാതെ പൈസ കിട്ടും. ബാക്കിയുള്ളവര് പണിയെടുക്കുന്ന വെറുതെ നിന്ന് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അത് വേണോ? റിസപ്ഷനിസ്റ്റ് ആയിട്ടിരിക്കാൻ താല്പര്യമുണ്ടോ സൗത്തിന്? എത്ര രൂപ കിട്ടും? രൂപ ഇങ്ങോട്ടാണ് തരേണ്ടത്. അണ്ണനെ പോയിട്ട് വരാം. അതാണ് നിനക്ക് അവിടെ ജോലി ഉണ്ടെന്ന് പറഞ്ഞാൽ നിനക്ക് നല്ല ആലോചനയൊക്കെ വരും. വാ എടാ, നീ ഒന്ന് ആലോചിച്ചു സെപ്റ്റിക് ടാങ്കി ചാടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് എന്ത് വരുമായിരിക്കും. വാ, എന്റെ ഇൻസ്പിറേഷൻ എവിടെ നിന്നാണ് നിങ്ങള് കണ്ടുപിടിക്കണം. സെപ്റ്റിക് ടാങ്കി വീണാണ് അച്ഛൻ ചെയ്തത്. അതറിഞ്ഞല്ലേ? അച്ഛന്റെ പേരെന്തിര്? തോമസ് സറാ തോമസ് എന്നാണല്ലോ പേര്. അച്ഛൻ ഞങ്ങളുടെ കുടുംബം നോക്കാനായിട്ട് സൗദി പോയി.
ആ അവിടെ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞത് AC മെക്കാനിക് ആയിരുന്നു. അച്ഛൻ വേറൊരു കാര്യം പറഞ്ഞു. അവിടെ ചെന്നപ്പോ അച്ഛൻ പറഞ്ഞതേ സെപ്റ്റിക് ടാങ്കില് അറബികളുടെ തീട്ടത്തിന് നാറ്റമില്ല, സെപ്റ്റിക് ടാങ്കില് നാറ്റമില്ലെന്ന് സത്യമായിട്ട് പറഞ്ഞതാണ്. അത് ഡിഫറൻസ് ഉണ്ട്. നമ്മള് നാട്ടിൽ കഞ്ഞി കഴിക്കുന്ന അവരവിടെ ഷാർമ കഴിക്കുന്നു, അപ്പൊ ഡിഫറൻസ് ഉണ്ട്. കടുകിന്റെ എണ്ണ കുറവാണത്. കടുവില്ലെന്ന് എന്തൊക്കെ കേക്കണം. വെൽപാട്രിനോ താങ്ക് യു സോ മച്ച് ഫോർ ദ പറഞ്ഞു. അല്ല ഞാന് ഇങ്ങനെ നോക്കായിരുന്നു. ഇനി എന്താണ് വില്ലത്തി, എന്താണ് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ഇങ്ങനെ ഒന്ന് സംസാരിക്കാം. വേണമെങ്കിൽ ഒരു സെപ്റ്റിക് ടാങ്ക് സെറ്റ് ആക്കാം, ഒരു പ്രശ്നമില്ല. വേറെ എവിടെ പിന്നെ നിന്റെ അച്ഛൻ ചെയ്ത ജോലി ഞാൻ തന്നെ ചെയ്തോ? നിന്റെ അച്ഛൻ്റെ അടുത്ത് തന്നെ പറഞ്ഞത്. അതെന്താ എന്റെ അച്ഛൻ ചെയ്ത ജോലി സരക്കിന് ചെയ്തെന്തോ? എല്ലാത്തിനും അതിന്റെ ഡിഗ്നിറ്റി ഉണ്ട്. അപ്പൊ നിന്റെ അച്ഛന്റെ അതെ നിന്റെ അച്ഛനെന്താ കേൾക്കുമ്പോഴേക്കും ഡിഗ്നിറ്റി പറഞ്ഞല്ല, എന്റെ ഡാഡിനെ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ. എന്ത് ചെയ്യും? ഡാഡീനെ പറയാ അണ്ണാ, ഡാഡീനെ പറയാതെ അച്ഛനെ പറഞ്ഞാൽ മതി. വണ്ടർഫുൾ. കെവിന്റെ അതേ കുംബർസെൻസ് ആണ് കേട്ടോ അവരൊക്കെ. അണ്ണാ ഞാൻ ഇംഗ്ലീഷ് മീഡിയം. വാട്ട് ഇസ് അച്ഛൻ? I only know dad, father, you know. എടാ തന്തയില്ലാത്തവരെ അടച്ചു പോടാ. മനസ്സിലായല്ലോ സാർ. ഇന്നോടെ ഉള്ളു സാറാ? ആ ഞാൻ ഇന്ന് ചുമ്മാ വന്നതാണ്. സരക്കിന് എന്റെ കമ്പനി എഴുതി വിളിക്കുമ്പോ വരത്തില്ലേ? അപ്പൊ പിന്നെ ഞാൻ വരും. ഇല്ല വില്ലത്തി ചുമ്മാ വരും. വില്ലത്തി എനിക്ക് സത്യമായിട്ട് നിങ്ങൾ അടിച്ചാ കറക്കുവേ. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്റെ അറിവില് ഒരാളുണ്ട്, പേര് സുപ്രിയ എന്നാണ്. ആളും പറ സിറ്റിയില്. എന്തിനാണ് ഇവിടെ? കേട്ടാ സെറാ അത് കണ്ടോ സരക്കെ? നമ്മളിത് കേട്ടോ? അത് കണ്ടോ? ഞാൻ പറയുന്ന ഒന്ന് കേൾക്കാം, എന്നിട്ട് പറയാം. അവൻ നമ്മൾ ഇത്ര ഇവിടെ ഇരുന്ന് ലെഷർ ടൈം എൻജോയ് ചെയ്യുമ്പോഴും സുനി അവിടെ ക്ലീൻ ചെയ്യുന്നുണ്ടോ? ഇത് മലയാളി ഇന്നും മടിയായിട്ടാണ് ഇതൊക്കെ ക്ലീൻ ചെയ്യുന്നത്. അത് കുഴപ്പമില്ല. കക്കൂസ് ക്ലീനിങ്ങിന് ഞാൻ പറയുന്നത് കേക്കുവോ? അപ്പ് ഇടാൻ വരുമ്പോ ഒന്ന് ക്ലീൻ ആയിട്ടിരിക്കുന്ന ബാത്റൂം. സാറാ അങ്ങനെയാണെങ്കിൽ കൊണ്ടുവരണം. ഞാൻ യോജിക്കുന്നു. എനിക്കൊരു ഫീമെയിൽ ഓൺട്രപ്രണർ ആവുമ്പം പിന്നെ വേറൊരു കൂട്ടുകാരി ഉണ്ട്, തൗഫി എന്ന് പറയുന്നത്. അതാണ് കൊണ്ടുവരണം. ഇങ്ങനെ എത്ര ഉണ്ടെങ്കിൽ എങ്ങനെയാണെങ്കിലും അത്യാവശ്യം പറഞ്ഞാ പോരെ. ഇത് വളരെ അത്യാവശ്യമാണ് ഇത്. പക്ഷെ അമ്മക്കുട്ടി വില്ലത്തി ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് നടക്കുന്ന കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് വിഷമം വരുന്നു. സരക്കണ്ണ ഞാൻ സരക്കന്റെ കൂടെ കൂടി കഴിഞ്ഞാൽ കുറെ പേരെ പരിചയപ്പെടാൻ പറ്റുമെന്ന് ഞാൻ അറിഞ്ഞു. നോക്കട്ടെ. അതെന്താ അമ്മക്കുട്ടി വില്ലത്തി? അത് ഞാൻ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരുന്നു. എന്തൊരു പെണ്ണിന്റെ പേര് മറന്നുപോയി. സരക്കണ്ണ ഇന്നിവിടെ വന്ന് കൊറേ പെമ്പിള്ളേരുടെ പേര് തിരക്കില്ലായിരുന്നോ സരക്കെ? ഞാനാ? ആ ഞാനൊരു സിനിമ നടൻ ലാല. എന്നാ മാറില്ല പേര്. വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. നീ ഇങ്ങോട്ട് വിളിച്ചിട്ട് ലൊക്കേഷൻ വെച്ചോണ്ടാണ് തന്നത്. അങ്ങനെ പറയില്ലു. എത്ര റെസ്പെക്ട് ഒക്കെ തരാൻ പറ്റുമെങ്കിൽ അന്വേഷിച്ചിട്ടുണ്ട്. അണ്ണാ ഇതാരാ? ഒന്നും പറയില്ല. പറ ഇതാരാ? അല്ലല്ല അവന്റെ അടുത്ത് ഞാൻ എല്ലാം പറയണ കൊച്ചു. അവന്റെ അടുത്ത് എനിക്കൊന്നും പറയില്ലെന്നാണ് പറഞ്ഞത്. ആര്? സെറാ. സെറ എന്റെ ഗേൾ ഫ്രണ്ട്. അയ്യോ എന്റെ പൊന്നു മോനെ, നിനക്ക് അറിഞ്ഞൂടായിരുന്നാടാ കൊച്ചു കഴിവേറി. കൊച്ചുങ്ങളോടൊന്നും അങ്ങനെ ചീത്ത വിളിക്കല്ലേ? ഓഹോ കൊച്ചിലെ ഓവർ ടാലന്റ് ആയിരുന്നല്ലേ പറയുള്ളൂ. സാരക്ക് ഗേൾ ഫ്രണ്ട് അല്ല, വില്ലത്തിക്ക് ആ കാര്യം അറിയായിരുന്നോ? നിങ്ങൾ ആർക്കും അറിയാത്ത ഒരു കാര്യമുണ്ട്. സാരക്കും ഞാനും ഫിയാൻസോ.
അല്ലടാ ഫിനാൻസ്. ഫിനാൻസ് വലിയ ആര് പറ ഫൈനാൻസ് ഫിനാൻസ് ഫിനാൻസ് ഫൈൻ അല്ല ഫിനാൻസ് ആ എന്തൊന്നും ഉണ്ടാത്ത എന്നോട് ഒന്ന് റൊമാൻറ്റിക് ആയിട്ട് എനിക്കൊരു ഒന്ന് ആ, എന്തെങ്കിലും ഈ 4 പേരെ വിളിച്ചിരുത്തിട്ട് ഞാൻ എങ്ങനെ റൊമാൻറ്റിക് ആവും സാറാ? നമ്മൾ നിൽക്കുന്നോണ്ടാണ് നമുക്ക് വേണം ഇച്ചിരി മാറി നിൽക്കാം. ആ ഞങ്ങൾ ഉച്ചിരല്ല, നിങ്ങളെ ഇവിടെ സിറ്റി തറയണം, സിറ്റി തറയും പോണം. വല്ലപ്പോഴും ഞാൻ വരുന്നത് എന്തിന് വല്ലപ്പോഴും വന്ന് കണ്ടവരെ റൊമാൻസ് ആണ് അതൊക്കെ നാണമില്ലേ നിങ്ങൾക്ക്? അതാണ് ഞങ്ങൾ മാറി നിൽക്കാം. നമ്മുടെ ശല്യം സുനിമോനെ നമ്മുടെ മറ്റേ ഒരു നമ്മളെ എൻഗേജ്ഡ് ആയെന്നുള്ള ഒരു ഫോട്ടോ സെറ്റ് ആക്കി നമുക്ക് ഇവിടെ സിറ്റിയിലെ പെമ്പിള്ളേർക്ക് അങ്ങനെ ചെയ്തോടാ സാർ, അങ്ങനെ ചെയ്തോടാ. ഇവിടെ ഗ്യാങ്ങിലുള്ള പറഞ്ഞ ടിവിയുടെ കാര്യം നീ പറഞ്ഞാ അയ്യോ അത് പറ്റൂല സാറാ. അങ്ങനെയൊന്നും അറിഞ്ഞൂടാ, നമ്മുടെ റിലേഷൻഷിപ്പ് പ്രൈവറ്റ് ആയിട്ടേ കൊണ്ടുപോകാൻ പറ്റും. അത് ഭയങ്കര പബ്ലിക് ആക്കണം. നമ്മുടെ ടിവിയിൽ പെണ്ണ് അലൗഡ് അല്ലെന്ന് അറിയാലോ സാറാ. സത്യം അപ്പൊ പിന്നെ അത് പ്രൈവറ്റ് ആയിട്ട് കൊണ്ടുപോകാൻ അറിയണം. ഒരു കൊച്ചു പക്ഷെ പുറകെ നടക്കാൻ പറ്റും. പുറകെ നടക്കാം, ആരാച്ചും പ്രൈവറ്റ് ആയിട്ട് നടക്കാം. ഞാൻ എന്റെ ഇപ്പൊ പുറകെ നടക്കുന്ന ആ ഒരു ടേമിലാണ് നമ്മളിപ്പം. അല്ല അത് ഞാൻ പറഞ്ഞതാണ്, പുറകെ നടക്കുന്ന കൂടെ നടക്കുന്നതാണ് ഇഷ്ടം. അതെ 2018 ഫേമസ് ആയ ഡയലോഗ് കൊണ്ട് നടക്കുന്നു. വർഷത്തിൽ ഒരിക്കൽ വരും. സരക്ക് റൊമാൻറ്റിക് അല്ലേ സാറാ? അല്ല വില്ലത്തി ഒട്ടുമല്ല. ക്ലീനിങ് കേസ് പാരമ്പരാഗതം ഇല്ല വില്ലൻദാസ്, ഞാൻ ഒരു കാര്യം, സാറ ഇത്ര കാര്യമായിട്ട് എന്നാ ഒരു ബിസിനസ് ഞാൻ വില്ലൻദാസിനെ ഏൽപ്പിക്കാം. വില്ലൻദാസ് വഴി അതാകുമ്പോ ഡെയിലി വരാൻ ഒരു കാരണമല്ലേ, ഇവിടെ ആൾക്കാർ ദിവസവും തൂറും. ദിവസവും തിന്നും. ഇതിന് പറ്റിയ ഒരാളുണ്ട്. ആര്? പേര് വാസു. നമുക്ക് ഇത് ഞാൻ നാളെ വരുമ്പോ പറയാം കേട്ടാ. പിന്നെ ജീവിതകാര്യമൊക്കെ എങ്ങനെ വന്നു സരക്കെ? ജീവിതം എന്നൊരു ഞാൻ പോയി കഴിഞ്ഞിട്ട് ഇപ്പൊ 2 വർഷമായല്ലോ. 2 വർഷം നമ്മൾ ഒരു കോണ്ടാക്ട് ഇല്ലായിരുന്നു. ഞാൻ എങ്ങനെ പോകുന്നു സരക്കിന്റെ ലൈഫ്? സാറാ ജീവിതം എന്ന് പറയുമ്പോഴത്തേക്ക് സാറാ എനിക്ക് ടി.വി ആണ് ജീവിതം, വേറെ എന്ത് ജീവിതം? ദാ ഈ ഇരിക്കുന്ന അനിയന്മാര്. ടി വി കഴിഞ്ഞാ ഞാൻ എടാ കുണ്ണ എന്റെ അടുത്തല്ലേ ചോദിച്ചാ, നീ എന്ത് ഉത്തരം പറയാ? ആ തെറിയുണ്ടോ അത്ര മീറ്റർ ദൂരം പോയി. സാറാ ജീവിതം എന്ന് പറഞ്ഞാൽ സാറാ ടി.വി ആണ് ഇപ്പൊ മെയിൻ. എന്നും ഇവിടെ പ്രശ്നങ്ങളും ഓരോരോ വഴക്കുകളും വള്ളികളും. ഇവന്മാരൊക്കെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കും, ഇതൊക്കെ തീർക്കാൻ പോണം ഒന്നാത്തത്. പിന്നെ ഇവന്മാരുടെ ഒക്കെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ. അനിയന്മാരെന്നുള്ള രീതിയിൽ ഇവന്മാരുടെ ഓരോരോ പ്രശ്നങ്ങളും അല്ലാത്തുള്ള പ്രശ്നങ്ങളും ഇവന്മാരുടെ ഓരോ സങ്കടങ്ങളും ഇതൊക്കെ സോൾവ് ആക്കി ഇങ്ങനെ മുമ്പോട്ട് പോകണം. നമ്മുടെ ലൈഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തതാണ്, നമുക്ക് വേണ്ടിയിട്ടുള്ളതല്ല. സാറാ അച്ഛൻ്റെ കൂടെ പോയാലും ഞാൻ എന്തായാലും അച്ഛന്റെ ബിസിനസ് നോക്കാൻ പോയി. അച്ഛന്റെ ഓർമ്മകൾ അല്ലെ കക്കൂസ് ബിസിനസ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. മെയിനായിട്ട് എനിക്കത് ഇത്ര പെട്ടെന്ന് വരത്തില്ല സാർ, അതുകൊണ്ടാണ്. ഈ ക്ലീനിങ് പരമ്പരയിലോട്ട് കേറാനുള്ള കാരണം അങ്ങനെ ഇല്ല. എനിക്ക് പപ്പ മരിച്ചു പോയി കഴിഞ്ഞ പിന്നെ എനിക്കാണെങ്കിൽ മനസ്സിലായി, എനിക്ക് ക്ലീൻ ചെയ്യുമ്പോ ക്ലീൻ ചെയ്യുമ്പോ എനിക്ക് പപ്പേനെ ഓർമ്മ വരും. എന്റെ കൂടെ പപ്പ ഇരുന്ന് എന്റെ കൂടെ ക്ലീൻ കക്കൂസിരിക്കുമ്പോ പപ്പേനെ ഓർമ്മ വരും. കക്കൂസിനൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്ക് ഓർമ്മ വരുന്നൊക്കെ എന്തൊരു ഡയലോഗ് എന്നൊക്കെ. സ്വന്തത്തിലൊക്കെ ഇരുന്ന് തന്നേരെ കുറ്റം പറയുന്നത്. കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും ഒക്കെ പപ്പേനെ പറയല്ലോ. ഇതൊക്കെ കേക്കണം ഞാൻ. എല്ലാ ദിവസവും നോക്കണമെന്നാണ് എന്റെ